അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വബാറക വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുനിയാവിന്റെ ജീവിതം സ്വപ്ന തുല്യമാണ്. എപ്പോഴതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുക? ഈ ഇരിക്കുന്ന ഞാനുങ്ങളൊക്കെ മരിക്കും. അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻതബഹു. ജനങ്ങളെല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇദാ മാതു, അവർ മരിച്ചാൽ ഇൻതബഹു, അവരെല്ലാവരും ഉണരും. എല്ലാവരും ഉണരുന്നപ്പോഴാണ്, മരിക്കുമ്പോഴാണ് ഉണരുക. നമ്മളൊക്കെ മരിച്ചു കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു. ഇന്ന് നമ്മൾ വലിയ ബംഗ്ലാവില്ലാ താമസിക്കുന്നത്, അല്ല ചെറിയ കുടിയില്ലാ താമസിക്കുന്നത്. നമ്മളിൽ ദുനിയാവിന്റെ സെറ്റപ്പുകളൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതൊക്കെ മരണത്തോടു കൂടി തീരും. സ്വപ്നത്തിൽ കണ്ട സന്തോഷം തീർന്നുപോയി, സ്വപ്നത്തിൽ കണ്ട ഭയം തീർന്നുപോയി. എപ്പം? ഉണരലോട് കൂടി. ഇതേപോലെ ഇവിടെ ആസ്വദിക്കുന്ന സുഖങ്ങളും തീർന്നു പോവും, ഇവിടെ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും തീർന്നു പോവും. മനുഷ്യനവൻ മരിക്കലോട് കൂടി. പിന്നെ അവന്റെ കയ്യിൽ എന്താ ഉണ്ടാവുക? അവൻ ആ വലിയ സന്തോഷത്തോടു കൂടി ജീവിച്ചവനും മരണത്തോടു കൂടി അവന്റെ ജീവിതത്തിൽ ഈമാനും അമലും ഇല്ലെങ്കിൽ പിന്നെ നഷ്ടായി, പരാജയായി. മലക്കുകൾ അവന്റെ അടുക്കലേക്ക് വരും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ, ദുനിയാവിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സത്യത്തിൽ മരണത്തിന്റെ അവസ്ഥ എത്തുമ്പോഴേക്കും അവന്റെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വരും. 500 മലക്കുകൾ ഉണ്ടാവും മലക്കുൽ മൗത്തിന്റെ കൂട്ടത്തിൽ. അവരെന്നിട്ട് എല്ലാവരും വരും, ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും. ആകാശലോകത്തൊക്കെ സുഗന്ധങ്ങൾ ഉണ്ടാവും, ആകാശലോകത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നു കിടക്കുന്നുണ്ടാവും. കാരണം അവിടൊക്കെ അറിയിക്കപ്പെട്ടിട്ടുണ്ടാവും, ഭൂമിയിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിച്ച് വഴിപ്പെട്ട സാലിഹായ ഒരു മനുഷ്യന്റെ റൂഹ് ഇന്ന് ആകാശ ലോകത്തേക്ക് വരുമെന്ന്. അതുകൊണ്ട് എല്ലാ കവാടങ്ങളും തുറന്നു കിടക്കുന്നുണ്ടാവും. മലക്കുൽ മൗത്ത് വരും, 500 മലക്കുകൾ കൂട്ടത്തിൽ. ആ മലക്കുകൾ സത്യത്തിൽ ഓരോ മലക്കും വന്നിട്ട് ഇയാളെടുക്കൽ ഒരു സ്വർഗത്തിലെ ബൊക്ക കൊടുക്കും. നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ, സ്വർഗത്തിലെ പുഷ്പങ്ങളുടെ ബൊക്ക അതിങ്ങനെ കൊടുക്കും. എന്നിട്ട് ഓരോ മലക്കും ഓരോ സന്തോഷവാർത്തായിരിക്കും. ഓരോ സന്തോഷവാർത്ത അങ്ങനെ 500 സന്തോഷവാർത്ത അപ്പം തന്നെ അറിയിക്കും. അപ്പോഴേക്കും ഈ മനുഷ്യൻ ആകെ ആഹ്ലാദ തിമിർപ്പിലേക്കും. കാരണം ഇവിടുന്ന് ഫുള്ള് കണക്ഷൻ വിട്ടിട്ടുണ്ട്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഒരു സ്ഥലത്ത് ഖുർആൻ പറയാൻ, മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് കല്ലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. സൂറത്ത് വാഖിയയിൽ പറയാണ് അല്ലാഹ്, കല്ലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുയിൽ എത്തിക്കഴിഞ്ഞാൽ, കല്ലാ ഇദാ ബലഗത്തി ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുയിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും ചുറ്റി നോടിക്കൊണ്ടൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. അപ്പൊ അല്ലാഹു തആല പറയാണ്, ഞാൻ അവനോട് ഏറ്റവും വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, അവനിലേക്ക് ഏറ്റവും അടുത്തവൻ ഞാനാണ്, പക്ഷെ നിങ്ങൾ നമ്മളെ കാണുന്നില്ല. മലക്കുകൾ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പൊ സന്തോഷ വാർത്ത അറിയിക്കുക, ഇയാൾ ഭയങ്കര ആഹ്ലാദത്തിലേക്ക് ഉണ്ടാവുക. മലക്കുൽ മൗത്ത് പതുക്കെ അയാളുടെ റൂഹിനെ പിടിക്കും. ഭയങ്കര സുന്ദരനായിട്ടാണ് മലക്കുൽ മൗത്ത് വരിക. സുഗന്ധം ഉണ്ടാവും, വളരെ മാന്യമായിട്ട്. ഒരു നൂല് നെയ്യിൽ നിന്നൊക്കെ, ഉരുകിയ നെയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെ റാഹത്തായിട്ട് ആ റൂഹ് എടുക്കും. ആ റൂഹ് ഇങ്ങനെ ചാടുന്നുണ്ടാവും അയാളിലേക്ക്. മലക്കുൽ മൗത്ത് അതിനെ നല്ല സ്വർഗത്തിലെ വസ്ത്രത്തിൽ പൊതിയും. എന്നിട്ട് ആ റൂഹുമായി പോകും. സുഗന്ധ ലോകങ്ങളായിരിക്കും. എല്ലാ കവാടങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ടാവും, മർഹബ മർഹബ എന്ന് വിളിക്കുന്നുണ്ടാവും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ആളെ വിളിക്കാൻ. അങ്ങനെ ആകാശ ലോകത്തേക്ക് കയറാനുള്ള പരിശ്രമിക്കും. അയാളുടെ അമലുകൾ എന്നും, അയാളുടെ അമലുകൾ കയറിപ്പോയ ഒരു കവാടം ഉണ്ടാവും. ആ കവാടത്തിലൂടെ അത് എല്ലിയിലേക്ക് പോകും. നേരെ മറിച്ച് മോശമായ ആത്മാവാണെങ്കിൽ അതെങ്ങനെ തീരുമാനിക്കുക? മോത്ത് കറുപ്പുള്ളതാ, കാലിന് വൈകല്യങ്ങളുള്ളതാ, പൈസ ഇല്ലാത്തതാ, ചൊറുക്കില്ലാത്തതാ? ഒന്നുമല്ല. വിരൂപതൊന്നും ഒരു നോട്ടുമില്ലാത്ത സ്ഥലമാണ് മരണം. ഭയങ്കര സുന്ദരന്മാരായ ആൾക്കാരുണ്ട്. അബൂലഹബ് എന്ന് പറഞ്ഞത്, അബൂലഹബ് നമ്മൾ അയാളെ പേരാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അബൂലഹബ് സത്യത്തിൽ അയാളെ പേരല്ലത്. അയാൾ അത്ര നബിതങ്ങൾ ശാസ്ത്രങ്ങളുടെ പിതൃവ്യനാണ്, ഉപ്പാന്റെ സഹോദരനാണ്. അത്ര പ്രകാശിക്കുന്ന ആളാണ്. അതാ കാന്താൻ, അതാണ് ഭയങ്കര പ്രകാശം. ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന ആള് പോലെ അവരും അതിന്റെ പേരിൽ ഇട്ടതാണ്. പിന്നെ അള്ളാഹു തആല അത് വേറെ അതാക്കിയതാണ്.
നല്ല സൗന്ദര്യമുള്ള ആളാണ് അബൂലഹബ്. പക്ഷെ അബൂലഹബ് എന്താ അവസ്ഥ? നാളെ നരകത്ത് കിടന്ന് കരിയേണ്ടി വരും. അയാൾക്ക് സമ്പത്തുണ്ട്, സമ്പാദ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഒരറിയപ്പെട്ട പ്രമാണിയാണ് അയാള്. പക്ഷെ എന്ത് പ്രമാണിത്വം, എന്ത് സമ്പത്ത്, എന്ത് സൗന്ദര്യം, എന്ത് സെറ്റപ്പ്. അവന്റെ സമ്പത്തോ അവൻ സമ്പാദിച്ചതോ അവന്റെ സമ്പത്തൊന്നും അവനക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ല. സയസ്സുല നാറൻ തലാബ്, ജ്വലിക്കുന്ന തീയിൽ കടന്ന് അവൻ പിറകെ എരിയെന്ന് പറഞ്ഞു. ഇത്ര സൗന്ദര്യമുള്ള ആളും നാളെ എരിയാണ് നരകത്തിൽ. അവിടെ സൗന്ദര്യമോ കറുപ്പല്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബ്ശക്കാരനാണ്, എത്യോപ്യക്കാരനാണ്, കറുത്തവനാണ്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുണ്ടാകുക. നബി തങ്ങൾ ശാസനം തങ്ങളുടെ കുതിരയുടെ അല്ലെങ്കിൽ അതെ തങ്ങളുടെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ കടിഞ്ഞാൻ ബിലാലിന്റെ കയ്യിലായിരിക്കുന്ന റസൂലുള്ളാഹി ശാസനങ്ങൾ പറഞ്ഞു. സ്വർഗത്തിൽ കറുപ്പ് വെളുപ്പ് പ്രശ്നമില്ല, സമ്പാദ്യം പ്രശ്നമില്ല. പട്ടിണി കിടന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വന്തം പട്ടിണി കിടന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട്, വിഷ്ണു ഞങ്ങൾക്ക് ആകെ പ്രയാസായി. അവസാനം ഞങ്ങൾ നബി തങ്ങൾ സാഹസങ്ങൾ വീട്ടിൽ പോയി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങളെ വീട്ടിൽ പോയി. അവരിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ സാഹസങ്ങൾക്ക് മനസ്സിലായി വിശന്ന് വരുന്ന ആൾക്കാരാണെന്ന്. തങ്ങളെ വീട്ടിൽ കുറച്ച് ഈത്തപ്പായ ഉണ്ടായിരുന്നു, അത് തങ്ങളൊരു തളികയിലെടുത്തു. എന്നിട്ട് ആ ഈത്തപ്പായത്തിൽ നിന്ന് നബി തങ്ങൾ സാഹസങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് എടുത്തോളി എന്ന് പറഞ്ഞില്ല. കാരണം എല്ലാവരും വിശന്ന് വരുന്നവരാണ്, എല്ലാവർക്കും വിശപ്പടക്കാൻ അതില്ല. നബി തങ്ങൾ സാഹസങ്ങളെ മുബാറക്കായ കൈകൊണ്ട് എല്ലാവർക്കും ഓരോന്നെടുത്ത് ഇങ്ങനെ കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുത്തു. ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. എന്ത് സംഭവിച്ചു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വാങ്ങി അത് അദ്ദേഹത്തിന്റെ മടിയിൽ വെച്ചു. ഒരു ഈത്തപ്പായാണ് കിട്ടിയത്, ബാക്കിയുള്ളവരൊക്കെ ആ ഈത്തപ്പായം തിന്നു. നബി തങ്ങൾ സാഹസങ്ങൾ അത് ശ്രദ്ധിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ നീ എന്തേ കഴിച്ചില്ലേ? അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മ പട്ടിണിയിലാണ്, എന്റെ ഉമ്മ തിന്നാനൊന്നുമില്ല, അതുകൊണ്ട് ഞാനും എന്റെ ഉമ്മാക്ക് ഇത് കൊടുക്കാന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ നീ അത് കഴിക്ക്, ഉമ്മാക്കുള്ളത് ഞാൻ വേറെ തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഉമ്മാക്ക് വേണ്ടി വേറെ ഒന്നും നബി തങ്ങൾ സാഹസങ്ങൾ. ഇത്ര പട്ടിണി കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നാളെ സ്വർഗത്തിലായിരിക്കും. സഹാബാക്കളെ പറ്റി നിങ്ങൾ ആലോചിക്കും. അതുകൊണ്ട് സമ്പത്തോ സൗകര്യങ്ങളോ വീടോ അധികാരങ്ങളോ അഡ്രസ്സുകളോ ഒന്നുമില്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സന്താനങ്ങളോ സമ്പത്തോ ഒന്നും പ്രയോജനം ചെയ്യാത്ത ദിവസമാണ് വരാൻ പോണ ദിവസം. ഇവിടെയാണ് അതിന്റെ പേരിലൊക്കെ നമ്മൾ സൂയിക്കുക, രക്ഷപ്പെടുക ഒക്കെ ചെയ്യുക. അവിടെ മനുഷ്യന്റെ ഈമാനും അമലുകളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സൽവൃത്തനായ മനുഷ്യൻ അയാളെ ആളുകൾ മലക്കുകൾ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വിളിക്കുന്നുണ്ടാവും. നീ ദുർവൃത്തനായ മനുഷ്യൻ, മോശക്കാരനായ മനുഷ്യൻ, തെമ്മാടിയായി ദുനിയാവിൽ അള്ളാഹു നൽകിയ കഴിവുകളും യോഗ്യതകളും അള്ളാഹു നൽകിയ മുഴുവൻ ആസ്വദിച്ച് പടച്ചോനെ മറന്നുപോയി. അള്ളാന്റെ കൽപ്പനകൾക്ക് ഒരു വിലയില്ലാതെ ജീവിച്ചു. തോന്നിവാസി എന്ന് പറഞ്ഞാൽ അവനെക്കാളും വലിയ അക്രമി വേറെ ആരുമില്ല. അള്ള തന്ന കണ്ണുകൊണ്ട് അള്ള കാണണ്ടെന്ന് പറഞ്ഞ് കാണുക, അള്ള തന്ന കൈകൊണ്ട് അള്ള പിടിക്കണ്ടെന്ന് പറഞ്ഞ് പിടിക്കുക, അള്ള ഇത് പറഞ്ഞത് അത് തുടർന്ന് തിന്നണ്ടെന്ന് പറഞ്ഞത് തിന്നുക. അവൻ എത്ര വലിയ അക്രമിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര വലിയ അക്രമിയാണ് അവൻ. ഈ തെമ്മാടിയായ മനുഷ്യൻ അവൻ മരിച്ചാലുണ്ടാവുന്ന അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. മോശമായ രീതിയിലായിരിക്കും മലക്കുൽ മൗത്ത് വരിക. മലക്കുൽ മൗത്തിന്റെ മുടിയൊക്കെ അങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ടാവും, കണ്ണിന്ന് തീജ്വാലകൾ ഉണ്ടാവും, ദുർഗന്ധം ഉണ്ടാവും, ഇടിമഴക്കം പോലുള്ള ശബ്ദമാണ് ഉണ്ടാവുക. ഒരു മയം കാണിക്കൂല. വരുമ്പോ തന്നെ അയാൾ പേടിക്കും, റൂഹ് പോയിട്ട് ഒളിക്കും. ഖുർആൻ പറയുന്നുണ്ട് യദ്രിബൂന വുജൂഹവും വഅദ്ബാറഹും, അവരുടെ മുഖത്തും മുതുകിനും അടിച്ചിട്ടേക്കും റൂഹ് കൊണ്ടുവരാന്ന് ഖുർആൻ പറയാൻ. എന്തൊക്കെ അവസ്ഥ. അതിനും നമ്മൾ വിചാരിക്കരുത് ഏതെങ്കിലും രാധാകൃഷ്ണനോ സെബാസ്റ്റ്യനോ ഒന്നാണ്. അല്ലല്ല, അബ്ദുള്ളി മുഹമ്മദും സത്താറും സുലൈമാനൊക്കെ തന്നെയാണിത്. ആര് ഭൂമിയിലെ ജീവിതം ദുഷ്വൃത്തിയിലായി, പടച്ചവനെ മറന്ന് ജീവിച്ചോ, ഒഫ്ലത്തിലായോ, ആ മനുഷ്യന്റെ അവസ്ഥ കുടുങ്ങി. നമ്മൾ ഒറ്റയ്ക്ക് ആലോചിക്കുക, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഇന്നത്തെ ദിവസമാണ്. ഇന്നത്തെ പകല് കഴിഞ്ഞല്ലോ, ഇതിലെന്താ ഉണ്ടാക്കിയത്? ഇന്നലത്തെ പകല് കഴിഞ്ഞില്ലേ, എന്താ ഉണ്ടാക്കിയത്? ഇന്നലത്തെ രാത്രി കഴിഞ്ഞില്ലേ, എന്താ ഉണ്ടാക്കിയത്? അത് തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മളെ 18-ാമത്തെ വയസ്സ്, നമ്മളെ 15-ാമത്തെ വയസ്സ്, നമ്മളെ 19-ാമത്തെ വയസ്സ്, നമ്മളെ 20-ാമത്തെ വയസ്സൊക്കെ അതിലൊക്കെ എന്താണ് ചെയ്ത് കൂട്ടിയത്? എന്താ ഡിസംബർ തീരാൻ പോവാൻ, വർഷം തീരാൻ പോവാൻ. ഈ 2024 എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾ ചെയ്തത്? 2023 എന്ത് ചെയ്തു? 2022 എന്ത് ചെയ്തു? ഇതിനൊക്കെ ഫുള്ള് കിതാബ് ഉണ്ടാവും. ഇതനുസരിച്ചായിരിക്കും ആ മനുഷ്യനോട് ഇടപെടൽ ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ നമ്മളെ ജീവിതത്തിനെ പറ്റി ആലോചിക്കും. എന്താ നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഉള്ളത് എന്ന്. അതുകൊണ്ട് സാർമാരെ സ്നേഹമാരെ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കേണ്ട കാര്യം,
നമ്മുടെ ജീവിതം എങ്ങാനും മരണത്തിന്റെ സമയം മോശമായി പോയാൽ പിന്നെ നന്നാക്കാനും രക്ഷപ്പെടാനും ഒരു വഴി ഉണ്ടാവില്ല. ഇതിനു വേണ്ടിയിട്ടാണ് നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്, അടിക്കടിക്ക് ഈ കാര്യം പറഞ്ഞത്. ഇത് മനുഷ്യന് ഭൂമിയിൽ കുറെ വസ്തുക്കൾ അല്ലാഹു നിരത്തിയിട്ടുണ്ട്, ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. പരീക്ഷ എപ്പോഴും എന്താ ഉണ്ടാവുക? പരീക്ഷ അതാത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുണ്ടാകുക. ഇപ്പൊ ചെറിയ കുട്ടികൾ LKG കുട്ടികളുണ്ടാവും, ഫസ്റ്റിൽ പോണ LKG കുട്ടികൾക്ക് KG1 അവരുടെ ക്വസ്റ്റ്യൻ എന്താ ഉണ്ടാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടി. അവരെ ക്വസ്റ്റ്യൻ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ 5 തേങ്ങ വെച്ചിട്ടുണ്ടാവും. 5 തേങ്ങ ഒരു കോളത്തിൽ നിർപ്പുറത്ത് ഇതിണ്ടാവും ഇത് എത്രാന്ന്. അപ്പൊ ആ LKG കുട്ടി അതിങ്ങനെ എണ്ണണം, 1 2 3 അങ്ങനൊക്കെ എണ്ണീറ്റ് ചിലപ്പോ 4 നോക്കി എഴുതിയോളും. മനസ്സിലായില്ലേ? ഓനൊരു വലിയ പരീക്ഷ. ഞമ്മക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് എത്രണ്ണാണ്. 5 നമുക്കിതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എത്തുമ്പോൾ നമുക്കനുസരിച്ചുള്ള ഇതുണ്ടാവും. ഓരോ കുട്ടി അതിന്റെ ആൾക്ക് പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് ടെൻഷൻ ആയിരിക്കും എപ്പോഴും. ഒരേപോലുള്ള കുറെ ഉത്തരങ്ങൾ ഉണ്ടാവും, അതിന് തെരഞ്ഞെടുക്കേണ്ടി വരും. ഹൈഡ്രജൻ നൈട്രജൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനം ഉണ്ടാവും. ഇതൊരു മര്യാദക്ക് പാഠം പഠിക്കാത്തവന് മനസ്സിലാവില്ല ഇത് ഏതാന്ന്. പരീക്ഷ അതിന്റെ പേരാണ്. ഇതേപോലെ ഭൂമിയിൽ അള്ളാഹു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, നബിമാര് വന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹു താല എന്ത് പറഞ്ഞ ഭൂമിയിട്ട് അലങ്കാരാക്കി. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഭൂമിയെ നമ്മൾ എന്താക്കി പറഞ്ഞാൽ നമ്മൾ അലങ്കാരമാക്കി. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, അതിനെ നമ്മൾ അലങ്കാരമാക്കി. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ആരാണ് ഇതിൽ ഏറ്റവും നല്ല സുഹൃതങ്ങൾ ചെയ്യുന്നത് പരീക്ഷിക്കാൻ വേണ്ടി. ഇത് അലങ്കാരമാക്കിയതാണ് അള്ളാഹു. വീട് അലങ്കാരം, തോട്ടം അലങ്കാരം, ഇവിടുത്തെ പഴവർഗ്ഗങ്ങൾ അലങ്കാരം, സ്ത്രീകൾ അലങ്കാരം, പുരുഷന്മാർ അലങ്കാരം, വാഹനങ്ങൾ അലങ്കാരം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല. ഖുർആൻ പറയാൻ അൽമാലു വൽ ബനൂൻ, നിങ്ങളെ സമ്പത്ത്, നിങ്ങളെ പൈസ, നിങ്ങളെ വൽ ബനൂൻ, നിങ്ങളെ സന്താനങ്ങൾ, സീനത്തുൽ ഹയാത്തി ദുനിയ ഭൗതിക ജീവിതത്തിലെ ഒരു അലങ്കാരമാണത്. അള്ളാഹു പറയാണ് ഇതൊരു അലങ്കാരമാണ്. നമ്മൾ നമ്മളെ പറ്റി ആലോചിച്ച് നോക്കി. ഇതിലൊക്കെയാണ് ഞാനും കുടുങ്ങിക്കിടക്കുന്നത്. വീടുണ്ടാക്കാന്, കച്ചവടം ചെയ്യാന്, കച്ചവടത്തിന്റെ മേൽ പിന്നെ കച്ചവടം ചെയ്യാന്, നമുക്ക് ജീവിക്കാനുള്ളൊക്കെ നമ്മളതിൽ ഉണ്ട് എന്ന് അറിഞ്ഞാലും പിന്നെ നമ്മൾ കച്ചവടം ചെയ്യാൻ, പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കാൻ, പിന്നെ നമ്മൾ പ്രശ്നത്തിലാണുള്ളത്. നമുക്ക് അള്ളാഹുലേക്ക് തിരിയാൻ കഴിയില്ല. നാളെ ആഖിറത്തിലെത്തും ഒന്നും ഈ മനുഷ്യന്റെ കയ്യിലുണ്ടാവില്ല. മലക്കുൽ മൗത്ത് അതിഭീകരമായ രംഗമായിട്ട് ആ മനുഷ്യന്റെ അടുക്കൽ വരുമ്പം ആ മനുഷ്യൻ പറയും, എന്തൊരക്രമം, എവിടുക്കാണിത്, ആരാണിത്? മനുഷ്യനാകെ പ്രയാസത്തിലോ. അവിടെ നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു കാര്യം എന്താണ് പറഞ്ഞാൽ, നമ്മളെടുക്കൽ മലക്കുകൾ എങ്ങനെ വരും, എങ്ങനെ വരുത്തണമെന്ന് തീരുമാനിക്കാനുള്ള സമയം ഇപ്പം ഉണ്ട്. മരണത്തിന്റെ സമയത്ത് ആർക്കും ഒന്നും കഴിയില്ല. ഇപ്പം തൗബ ചെയ്യാം, ഇപ്പം കരയാം, ജീവിതത്തിന് തിരുത്താം, അതിനൊക്കെ ഇന്ന് അവസരമുണ്ട്. പക്ഷെ നാളെ അവസരം ഉണ്ടായിക്കൊള്ളൊന്നും ഒരു നിർബന്ധമില്ല. മലക്കുൽ മൗത്ത് വരും, ആ റൂഹിനെ കൊണ്ടുപോകും. ഏറ്റവും ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. ആകാശത്തിന്റെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടും. ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അവസാനം അയാളെ സിജ്ജീനിലേക്ക് തള്ളപ്പെടും, കുണ്ടിലേക്ക്. ഏറ്റവും മോശമായ ആത്മാവാണത്. വലിയ നഷ്ടക്കാരൻ. സൽമാൻ ആരാവുക? നമ്മളെല്ലാരും വെള്ള തുണി കഞ്ഞി കഫൻ തുണി പൊഞ്ഞിട്ട് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. എല്ലാവരും മുത്തക്കീങ്ങളാണ് നമ്മൾ വിചാരിക്കാണ്. അതൊക്കെ ഈമാനും അമലും നോക്കിയിട്ടാ തീരുമാനമാവുക. അയാൾ വലിയാണ്, അല്ലെങ്കിൽ അയാൾ ഷെയ്ക്കാണ്, അല്ലെങ്കിൽ ഓൻ തെമ്മാടിയാണോ, നരകത്തിലാണോ, ഒന്നും നമുക്ക് പറയാൻ ആർക്കും അധികാരമില്ല. ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണുള്ളത്. അതുകൊണ്ട് ഈ ജീവിതം നന്നാക്കാനുള്ളതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ കാണുന്നതൊക്കെ ഒരു സ്വപ്നാണ്. നമ്മൾ മരിക്കുമ്പോ മലക്കുൽ മൗത്ത് കൈവെക്കുമ്പം നമുക്ക് മനസ്സിലാവും. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. റൂഹ് തൊണ്ടക്കുയിലെത്തുമ്പം ഈ ഇരിക്കണ എന്തിങ്ങളൊക്കെ റൂഹ് തൊണ്ടക്കുയിലെത്തും. തള്ളവിരലിൽ നിന്ന് പിടിച്ച് അവിടെ കുറച്ചേരം നിർത്തി, പിന്നെ അങ്ങനെ പിടിച്ച് പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് തൊണ്ടക്കുയിലിടും കുറച്ച് സമയം. ആ അവസാനത്തെ സമയത്ത് ഒരു കഫത്തോട് കൂടിയുള്ള ഒരു ശ്വാസോച്ഛ്വാസം നടക്കുന്നത് കാണുന്നത്. ഒരു തൊണ്ടയിൽ ഇങ്ങനെ ഗർഗറ എന്നാണ് അതിന് അറബിയിൽ പറഞ്ഞത്. ഗർഗറ എന്നുവെച്ചാൽ അവിടുന്ന് ഇങ്ങനെ ഗർഗറ എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാവും റൂഹ് അവസാനം പോകുന്ന സമയം. മാലം യുഗർഗിർ ബാബു തൗബത്തി മഫ്തൂഹ മാലം യുഗർഗിർ, ഹദീസിന്റെ വാക്കാണ്. തൗബയുടെ വാതിൽ തുറന്നു കിടക്കാൻ. മാലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുയിലെത്തിയ ആ ഗർഗറന്റെ ശബ്ദം ഉണ്ടാവുന്നത് വരെ നമ്മൾ ആലോചിച്ച് നോക്കണം. അന്നത്തെ ദിവസം ആർക്ക് രക്ഷപ്പെടാൻ പറ്റും? ആർക്ക് രക്ഷപ്പെടാൻ പറ്റും? അതുകൊണ്ട് ആ ഒരു രംഗണ്ട്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. റൂഹ് തൊണ്ടക്കുയിലെത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ ചോദിക്കും, അതിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വഖീല ചോദിക്കപ്പെടും, പറയപ്പെടും, മൻ റാഖ്, ഇനി ആരാണ് മന്ത്രം നടത്താനുള്ളത്? ഏത് ഡോക്ടറെ അടുത്ത് നമ്മൾ കൊണ്ടുപോവുക, എവിടുക്കാ കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചുറ്റും കൂടി ഇരിക്കുന്നവരിങ്ങനെ പറയുണ്ടാവും, നമുക്ക് അവിടേക്കുണ്ടോ 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 അവിടേക്കുണ്ടോ, ആംബുലൻസ് വിളിക്കും, വണ്ടി വിളിക്കുന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും. വഖീല മൻ റാഖ്, എവിടുക്കാണെന്ന്, എവിടുക്കാ കൊണ്ടുപോകണത്, ചികിത്സയ്ക്ക് വേണ്ടി എവിടുക്ക് കൊണ്ടുപോകണം എന്ന് പറയപ്പെടുന്നത്. ഇത് ഞാൻ പറയില്ല, ഖുർആൻ സൂറത്തുൽ ഖിയാമ അള്ളാഹു പറയാൻ വഖീല മൻ റാഖ്. അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് ചോദിക്കണ്ടോ, മൻ റാഖ്, എവിടുക്കാ കൊണ്ടുപോകേണ്ടത്? വളന്ന അന്നഹുൽ ഫിറാഖ്,
പക്ഷെ ഈ മനുഷ്യനറിയാം വലന്ന അന്നഹുൽ ഫിറാഖ്, അവൻ വിട്ടുപിരിഞ്ഞു പോവാണെന്ന് അവൻക്കറിയാം. ഞാൻ പോവാണ്, ഇന്ന് നിങ്ങൾ എവിടേക്കും കൊണ്ടോണ്ടാൻ എന്ന് ഹൃദയംഗമായി അവൻ പറഞ്ഞു. കാരണം മൽക്കുൽ മൗത്ത് കണ്ടു. മൽക്കുൽ മൗത്ത് കൈവെക്കലോട് കൂടി ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഡിസ്കണക്ട് ആവും. പിന്നെ കാണൂല. ഈ കണ്ണ് പിന്നെ ഇതല്ല കാണുക, ഈ വീടോ ഈ മോളെ ഇതൊന്നല്ല കാണുക, ഈ മനുഷ്യന്മാരെയല്ല കാണുക, അയാൾ വേറെ കാണുക. അയാളെ കണ്ണ് വേറെ ലോകത്തേക്ക് എത്തിണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കണ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയുണ്ടാവും എതിരെ കണ്ണ് തുറന്നില്ല ഇനി. അപ്പൊ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് എല്ലാരും ഒന്ന് അത് നോക്കിയിട്ട് അത് മരിച്ചു, കുട്ടികളെയും പേരക്കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ എന്നാണ് ഈ ആൾക്കാർ വിചാരിക്കണേ. അല്ല അല്ല അല്ല. മലക്കുൽ മൗത്ത് കൈവച്ചാൽ പിന്നെ ദുനിയാവുമായിട്ട് ഡിസ്കണക്ട് ആയി, ബന്ധം ഉണ്ടാവില്ല. പിന്നെ കാണുന്നതൊക്കെ മറ്റേതാണ്, പിന്നെ കാണുന്നത് മറ്റേതാണ്. അയാളുടെ കണ്ണിങ്ങനെ തുറന്ന് നിൽക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവും. എന്നുവെച്ചാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന റൂഹിനെ നോക്കുകയാണത്. അതുകൊണ്ടാണ് എല്ലാ കിതാബുകളിൽ എഴുതിയിട്ടുണ്ടാവും മരിച്ച ആളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ പണി എന്താണ്? അയാളുടെ കണ്ണിനെ തിരുമ്മി അടക്കണമെന്ന്. കാരണം കണ്ണ് തുറന്നു കിടക്കണ്ടാവും, അയാൾ റൂഹ് പോയ വഴി നോക്കുന്നുണ്ടാവും. അതുകൊണ്ട് സാർമാരെ സിനിമ ഇത് ചെറിയ കാര്യമല്ല. ഫിറാഖ്, അയാൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാണ്. ഇവിടെ ആൾക്കാർ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടെന്ന് വിചാരിച്ച് ആംബുലൻസും വണ്ടിയും ഡോക്ടറെ വിളിച്ചറിയലും പരിപാടിയും ICU ഒക്കെ ഓണാക്കലൊക്കെ ഉണ്ടാവും. അയാൾക്ക് മനസ്സിലായി ഇവിടുന്ന് പോവാണ്. ഖുർആൻ പറയാണ് അവരെ കണങ്കാലിനോട് ഇങ്ങനെ ഒരതുന്നുണ്ടാവും, കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിക്കുന്നുണ്ടാവും. അവന്റെ റബ്ബിലേക്ക് അവനെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. മശരൻ എല്ലാരും കൂടിയും തെളിച്ചിട്ട് അള്ളാഹുലേക്ക് അങ്ങനെ കൊണ്ടുപോകും. സൂറത്ത് ഏതാ? സൂറത്ത് യാസീൻ. യാസീൻ ഓതുന്നത് നമ്മളറിയില്ല മാത്രം. സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊത്തിനെ പറ്റിയാ പറഞ്ഞേ. അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് ഖബറുകളിൽ നിന്ന് ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ റബ്ബിലേക്ക് ഇങ്ങനെ ധൃതി പിടിച്ച് എല്ലാവരും ഇങ്ങനെ ഓടിക്കൂടുന്നുണ്ടാവും. വേറെ സ്ഥലത്ത് പറഞ്ഞിട്ട് ഈയാമ്പാറ്റകൾ വരുന്ന പോലെ. നമുക്കറിയില്ല മണ്ണിന്റെ അടിയിൽ നിന്ന് വരുന്ന പാറ്റകൾ ലൈറ്റിലേക്ക്, അതേപോലെ അള്ളാഹുലേക്ക് എല്ലാവരും ചെന്ന് ചേരുന്നുണ്ടാവും എല്ലാ കുഴിമാടങ്ങളിൽ നിന്നും. അള്ളാഹുലേക്ക് തെളിക്കപ്പെടുന്ന ദിവസം വരാനുണ്ട്. അവിടെ സാറുമാരെ സ്നേഹമാരെ നമ്മൾ നമ്മളെ ജീവിതത്തിനെ പറ്റി ആലോചിക്കും. ഇത് ഇന്ന് ആലോചിക്കാൻ പറ്റും, ഇന്ന് എനിക്കും ആലോചിക്കാം, തിരുത്താൻ പറ്റും, തൗബ ചെയ്യാൻ പറ്റും, നന്നാവാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ പൈസന്റെ പിന്നിൽ വസ്തുക്കളുടെ പിന്നിൽ ഓടി 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 വസ്തുക്കളും നശിച്ചു, നമ്മളും നശിച്ചു, എല്ലാം നശിച്ചു. പിന്നെ ഇലായിന ഇലായിന. ഒരു നല്ല ആത്മാവാണെങ്കിൽ അതിനെ കുളിപ്പിച്ച് കഫം തുണിയൊക്കെ പറഞ്ഞാൽ ധൃതി കാണിക്കുന്നുണ്ടാവുന്ന ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടോണം എന്നെ വേഗം കൊണ്ടോണം എന്ന് പറയുണ്ടാവുന്നു. നേരെ മറിച്ച് മോശമായ ആത്മാവാണെങ്കിലോ ഇലാ ഐന ഇലാ ഐന ഇലാ ഐന അങ്ങനെ പറയുണ്ടാവും. എന്നെ എവിടുക്കാ നിങ്ങൾ കൊണ്ടോണം, എവിടുക്കാ കൊണ്ടോണം. കാരണം ലക്ഷ്യമില്ല. ആ യാചകൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ ഉണ്ടാവും. അതേ അയാൾ ഭയങ്കര രാജാവായിരുന്നു, ഇപ്പൊ ലക്ഷ്യമില്ലാതായി. ഈ രാവിലെ മുതൽ യാചനപാത്രമായി തണ്ടണം, പിച്ചച്ചട്ടിയുമായിട്ട് യാചിക്കാൻ നടക്കണം. അയാൾക്ക് സങ്കടം. നേരെ മറിച്ച് ആ ചെറുപ്പക്കാരൻ അവന് പ്രയാസങ്ങളാണെങ്കിലും അവൻ സ്വപ്നത്തിൽ നിന്ന് ഉണരലോട് കൂടി അവന്റെ സുന്ദരമായ അറയും അവന്റെ വീടും അവന്റെ സൗന്ദര്യവതിയും സ്നേഹവതിയുമായ അവന്റെ ഭാര്യയും ഒക്കെ അടുത്തുണ്ട്. അവനക്ക് സന്തോഷമായി. ഈ രണ്ടാലൊരവസ്ഥ ഇരിക്കണ ഇങ്ങക്കുണ്ടാവും. ഇത് ഒരു വേറൊരവസ്ഥയിലല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. അതാണ് സത്യം. ദാലികൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ ഇന്നാ അൻസർനാകും അദാബൻ ഖരീബാ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബാ. ഖുർആൻ എത്ര വ്യക്തമായിട്ട് അള്ളാഹ് എന്നോട് നിങ്ങളോട് പറഞ്ഞു ദാലികൽ യൗമുൽ ഹഖ്. ഏ മനുഷ്യരെ, ഈ മഹ്ശറും മരണമൊക്കെ ഒരു സങ്കല്പമാണ് നിങ്ങൾ വിചാരിക്കണ്ട. ദാലികൽ യൗമുൽ ഹഖ്. ഇതാരാ പറയണേ? അള്ളാഹ് പറയണ്ട ഹക്കാണ് കേട്ടോ. അതുകൊണ്ട് വേണമെങ്കിൽ ഒരുങ്ങിക്കോളി എന്നാണ് എന്റെ അർത്ഥം, അല്ലാണ്ട് നിങ്ങൾ അത് സമ്മതിക്കണം എന്നല്ല. ദാലികൽ യൗമുൽ ഹഖ്. അത് ഉണ്ടാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണ്ട. ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്, അത് ഹക്കാൻ. ഇന്നാ അൻസർനാകും അദാബൻ ഖരീബാ. ഞാൻ നിങ്ങളോട് സമീപസ്ഥമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്നാ അൻസർനാകും അദാബൻ ഖരീബ. ഒരു ശിക്ഷയെക്കുറിച്ച്, സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്നാ അൻസർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു.
അന്നത്തെ ദിവസം ഓരോ മനുഷ്യനും വേറെ ആരാണെന്ന് വിചാരിക്കണ്ട, നഞ്ഞത്ത് കൈ ഇങ്ങോട്ട് വെച്ചോളീൻ. ഈ ഞാൻ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, അവന്റെ രണ്ട് കൈകളും എന്താണ് മുന്നോട്ട് വെച്ചത് ചെയ്തത് എന്നവൻ നോക്കുന്ന ഒരു ദിവസം വരാണ്ട്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മളെ അമലുകളിലേക്ക് നോക്കും. നമ്മൾ മുന്നേ ചെയ്തതിലേക്ക്, നമ്മൾ മുന്നേ ചെയ്ത നമ്മളെ അമലുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നമ്മളെ അമലുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. അപ്പൊ കൈമല അമലുകളൊന്നും ഇല്ലെങ്കിൽ ആ ഭാഗത്ത് കുറെ മൃഗങ്ങളോട് നിങ്ങൾ മണ്ണായിക്കോളി എന്ന് പറയുണ്ടാവും. അന്ന് ഈ മനുഷ്യനും ആഗ്രഹിക്കാൻ, ഭൂമിയിൽ പ്രസിഡന്റ്, സെക്രട്ടറി, അധികാരി, ഭയങ്കര സമ്പന്നൻ, ഭയങ്കര കച്ചവടക്കാരൻ, അതിന്റെ പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി, അതിന്റെ ഇത്, അതിന്റെ അത്, അങ്ങനെ ആൾക്കാർ കാണുമ്പോൾ എഴുന്നേറ്റിക്കല്, തുണി മടക്കുത്തി കഴിച്ചിടല്, ബഹുമാനിക്കല്, ഇതൊക്കെ നടന്ന ഈ മനുഷ്യൻ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. ഞാൻ ആ മൃഗങ്ങൾ മണ്ണാകണമായിരി, ഞാനും മണ്ണായിരുന്നെങ്കിൽ ഹിസാബ് ഉണ്ടാവൂലായിരുന്നല്ലോ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നടക്കൂല. അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നടക്കൂല. അതുകൊണ്ട് സാർമാരെ സ്നേഹമാരെ, ഇതൊരു ഹക്കായ ദിവസം വരാണ്ട് നമുക്ക് ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങണവനാണ് ബുദ്ധിമാൻ. ഇത് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. കാരണം നമ്മളെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനമുണ്ട്, അള്ളാഹു അലങ്കാരമാക്കി വെച്ചിരിക്കുകയാണ് ദുനിയാവിനെ. ഇത് എത്ര കിട്ടിയാലും മനുഷ്യന് മനസ്സിലാവൂല, എത്ര കിട്ടിയാലും മനുഷ്യന് മതിയാവൂല. അതിന്റെ പിന്നിൽ പിന്നെയും ആവും. അവസാനം മരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ കൈ മലർത്തുക. പക്ഷെ അന്ന് മലർത്തിയിട്ട് ഒരു കാര്യമില്ല. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക. അള്ളാഹു പറയാണ്, അങ്ങനല്ല, നിങ്ങൾ വിചാരിച്ച പോലൊന്നല്ല. ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമി പൊടിപൊടിക്കപ്പെട്ടാൽ, ഭൂമിയൊക്കെ പൊടിച്ചു മഹ്ശറയുടെ രംഗമെത്തുമ്പം അള്ളാഹു വരും, നിന്റെ റബ്ബ് വരും. വൽ മലക്കു സഫൻ സഫ, മലക്കുകൾ സഫു സഫായിട്ട് വരും. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നത്തെ ദിവസം ജഹന്നമിനെ വലിച്ചഴിച്ച് കൊണ്ടുവരപ്പെടും. ജഹന്നമിനെ എടുത്തുകൊണ്ടുവരല്ല, വലിച്ചിട്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്നുണ്ട്, നരകത്തിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. 70,000 കടിഞ്ഞാൻ, ചങ്ങലകൾ 70,000. ഓരോ ചങ്ങലകളെയും പിടിക്കൽ 70,000 മലക്കുകളായിരിക്കും. ഒരു മലക്കിന്റെ ശക്തി എത്രൻ? അങ്ങനത്തെ 70,000 മലക്കാണ് ഒരു ചങ്ങല പിടിക്കണേ. അങ്ങനത്തെ 70,000 ചങ്ങലകൾ മുസ്ലിമിന്റെ റിവായത്താൻ, സഹീഹായ റിവായത്താൻ. എന്നിട്ട് മലക്കുകൾ പൊന്തിച്ചു കൊണ്ടുവരില്ല, വലിച്ചയച്ചിട്ട് കൊണ്ടുവരികയാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം, ജഹന്നമിനെ കൊണ്ടുവരപ്പെടുന്ന ദിവസം. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അന്നത്തെ ദിവസം മനുഷ്യൻ ചിന്തിച്ചു പോകും. അതൊരു കാണുമ്പോൾ ഈ ഇരിക്കണ ഞാനുങ്ങളൊക്കെ ചിന്തിക്കും, പടച്ചോനെ ഇതിലേക്കാണോ പോവാനുള്ളത്? യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ, അന്നവൻ ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ് എന്ന് അള്ളാഹു ചോദിക്കാൻ. നരകം കാണുമ്പോൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം? ഇവിടുന്ന് ഇതൊക്കെ നബിമാര് വന്ന് പറഞ്ഞെന്നതല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നും കൂടി എവിടുന്ന് പറഞ്ഞുതരാണ്? ഭൂമിന്ന് പറഞ്ഞുതരാൻ. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ, അവൻ എന്ത് കിട്ടാനാണ്? അവൻ ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ യഖൂൽ, ആ മനുഷ്യൻ പറയും നരകം കാണുമ്പം, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എനിക്ക് എത്ര നന്നായനെ ഞാൻ ഈ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. എന്റെ സഹോദരന്മാരെ, അണ്ടർലൈനിട്ട് വായിക്കേണ്ട ആയത്താണിത്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ഈ ജീവിതത്തിലേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് മനുഷ്യൻ ആലോചിക്കുന്നു. ഞാൻ പറയല്ല, അള്ളാഹു പറയാണ്. ദുനിയാവിൽ നമ്മൾ പലപ്പോഴും ആലോചിക്കില്ല, അന്ന് കിട്ടിയപ്പോൾ പൈസ കിട്ടിയപ്പോൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. ആഖിറത്തിലെത്തും അങ്ങനെ ആയിരിക്കൂല ഉണ്ടാവുക. ആഖിറത്തിന്റെ അവസ്ഥ കാണുമ്പോൾ, നരകത്തിനെ കാണുമ്പോൾ മനുഷ്യൻ വിചാരിച്ചു, പടച്ചോനെ അന്നതൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നല്ലോ, നമ്മളൊന്നും ചെയ്യാതെ പോയതല്ലേ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഒന്നും പിന്നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള വാക്കാണ് ലൈത്താന്ന് ഉപയോഗിക്കുന്നത്. അറബിയിൽ ലൈത്താന്ന് ഉപയോഗിച്ചാൽ സംഭവ്യമല്ലാത്ത കാര്യത്തിനാണ് ലൈത്ത പറയാ. ഒരേ അർത്ഥമുള്ള മറ്റൊരു വാക്കുണ്ടല്ല, അല്ല എന്ന് പറഞ്ഞിട്ട്, അതേ അർത്ഥം തന്നെയാണ്. പക്ഷെ ലൈത്താന്ന് ഉപയോഗിച്ചാൽ അപ്പം മനസ്സിലാക്കണത് നടക്കാത്ത കാര്യമാണ്. അലാ ലൈത ശബാബ യഊദു യൗമ അലൗമല്ല അബാലക ഫാത്തിറ.
യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായനെന്ന് ഒരു 7 വയസ്സുള്ള ആള് പറഞ്ഞാൽ എന്തുണ്ടാവും? അയാൾ പറയുമ്പോൾ പറഞ്ഞ വാക്കാണ് ലൈത്താന്ന്. ഞാൻ അയാൾക്ക് ഒരിക്കലും യുവത്വം മടങ്ങി വരൂല. ഇതേമാതിരിയേക്കും നമ്മളെ വാക്ക് യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഈ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെ. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അന്ന് അള്ളാഹ് ശിക്ഷിക്കണ പോലെ ശിക്ഷിക്കുന്ന വേറൊരാളുണ്ടാവില്ല. അന്ന് അള്ളാഹു ബന്ധനസ്ഥനാക്കണ പോലെ വേറെ ആളും ബന്ധനസ്ഥനാക്കാനും ഉണ്ടാവില്ല. അള്ളാഹ് പറയാണ്, വേറെ ആരും പറയല്ല. അതുകൊണ്ട് നമ്മളെ ഈ ജീവിതത്തിനെ പറ്റി നമ്മളൊറ്റക്ക് ആലോചിക്കും. ഇതിങ്ങനെ ഓരോരുത്തരായിട്ട് പോവും. ഭാര്യ ഇവിടെ ഉണ്ടാവും, ഭർത്താവ് പോവും, ഭർത്താവ് ഇവിടെ ഉണ്ടാവും, ഭാര്യ പോവും, മക്കൾ ഇവിടെ ഉണ്ടാവും, വാപ്പ പോവും, വാപ്പ ഇവിടെ ഉണ്ടാവും, മക്കൾ പോവും. ഇതൊക്കെ ഇങ്ങനെ നമ്മളെന്നും കാണുന്നുണ്ട്. ഓരോരുത്തർ പോണത് എവിടേക്കാണ്? ഈ ഖബർസ്ഥാൻക്കല്ല പോണത്. ഇമ്മാ ഫിൽ ജന്നതി വ ഇമ്മാ ഫിന്നാർ. ഒന്നെങ്കിൽ സ്വർഗത്തിലേക്കാണ് പോണത്, അല്ലെങ്കിൽ ഇമ്മാ ഫിൽ ജന്നതി വ ഇമ്മാ ഫിന്നാർ. ഒന്നുകിൽ ഒരു സ്വർഗത്തേക്ക് പോവാണ്, അല്ലെങ്കിൽ നരകത്തെ. ഞാനിങ്ങളും നമ്മളെ കാര്യത്തിൽ ആലോചിക്കുന്ന എന്താണ് അവസ്ഥ? നമ്മൾ തിരക്ക് പിടിച്ച ജീവിതം എന്നാ തീരുക? എന്നാണ് നമ്മളെ പ്രശ്നങ്ങൾ തീരുക? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കും. അള്ളാഹ് നമ്മളെ കൂടുതലിനെ കബൂലാക്കുമാറാവട്ടെ.